മധ്യശിലായുഗം അഥവാ സൂക്ഷ്മശിലായുഗം, മെസോലിത്തിക് ഏജ് ഓർ മൈക്രോലിത്തിക് ഏജ്. മൈക്രോലിത്തിക് അല്ലെങ്കിൽ മൈക്രോലിത്സ് എന്ന് വിളിക്കാനുള്ള കാരണം സൂക്ഷ്മശിലകൾ ഉപയോഗിച്ചതുകൊണ്ടാണ്. വളരെ ചെറിയ ടൂൾസാണ് ഇവർ ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷ്മശിലായുഗം എന്ന് മധ്യശിലായുഗത്തിനെ വിളിക്കുന്നത്. 7000 BC ഒരു സൈറ്റാണ് ലഹുരദേവ. ലഹുരദേവ എന്ന സൈറ്റ് ഉത്തർപ്രദേശിലാണുള്ളത്. ഈ 7000 BC നമ്മൾ ഈ മധ്യശിലായുഗത്തിൻ്റെ ഒരു സൈറ്റാണ് UP കണ്ടെത്തുന്നത്. മധ്യശിലയിൽ നിന്നും നവീന ശിലായുഗത്തിലോട്ടുള്ള മാറ്റം കാണിക്കുന്ന ഒരു സൈറ്റാണ് ലഹുരദേവ. നെൽകൃഷിയുടെ തെളിവ് ലഭിക്കുന്നത് ലഹുരദേവയിൽ നിന്നാണ്. കന്നുകാലി വളർത്തൽ ആരംഭിച്ച കാലമാണ് മധ്യശിലായുഗം. ഇതിന് തെളിവുകൾ ലഭിക്കുന്നത് രാജസ്ഥാനിലെ ബാഗോർ എന്ന സൈറ്റിൽ നിന്നുമാണ്. മധ്യശിലായുഗത്തിൻ്റെ കേന്ദ്രമായ പൈസ്ര എന്ന സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. പക്ഷേ ലഹുരദേവ എന്ന 7000 BC സൈറ്റ് കണ്ടുപിടിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. മധ്യശിലായുഗത്തിൻ്റെ കേന്ദ്രമായ പൈസ്ര എന്ന സൈറ്റ് എവിടെയാണ്? ബീഹാറിലാണ്. നിയോലിത്തിക് ഏജ്, നവീന ശിലായുഗം, 7000 BC മുതൽ 3000 BC വരെയാണ് ഇതിൻ്റെ കാലഘട്ടം. തേച്ചു മിനുക്കിയ ശിലാ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. തേച്ചു മിനുക്കിയ എന്ന് പറഞ്ഞാൽ നല്ല മിനുസമാർന്ന തേച്ച് നല്ല മിനുസപ്പെടുത്തിയ ആയുധങ്ങളായിരുന്നു നിയോലിത്തിക് ഏജിൽ ഉപയോഗിക്കുന്നത്. അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിയോലിത്തിക് ഏജിൻ്റെ ആ കാലഘട്ടത്തിലുള്ള നമുക്ക് ആവശ്യമുള്ള സൈറ്റുകളോ അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ആയുധങ്ങളോ ഒക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അതിൻ്റെയൊക്കെ ഫോട്ടോസ് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് തേച്ചു മിനുക്കിയ ശിലാ ആയുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടം എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കൃഷി വ്യാപകമായ കാലമാണത്. അപ്പം നിയോലിത്തിക് ഏജിലാണ് കൃഷിയിലേക്ക് മനുഷ്യൻ തിരിയുന്നത്. കൂടുതലും കൃഷിയാണ് ആ കാലഘട്ടത്തിൽ നടക്കുന്നത്. മാത്രമല്ല മൺപാത്ര നിർമ്മാണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കൃഷി ചെയ്യുമ്പോൾ അത് സ്റ്റോർ ചെയ്യാനൊരു ആവശ്യവും ഉണ്ടല്ലോ. ഒരു എന്തെങ്കിലും ഒരു സംവിധാനം വേണമെന്ന് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കണ്ടുപിടിക്കുന്ന ഒരു കാലമാണ്. അതിന് വേണ്ടിയിട്ട് മണ്ണ് കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുകയാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് കെൽറ്റ്, CELT. കെൽറ്റ് എന്ന ആയുധം ഉപയോഗിച്ച കാലമാണ് നിയോലിത്തിക് ഏജ്. ലോകവ്യാപകമായി ചക്രം കണ്ടുപിടിക്കുന്നത് നിയോലിത്തിക് ഏജിലാണ്. പക്ഷേ ഇന്ത്യയിൽ ചക്രം കണ്ടുപിടിക്കുന്നത് ബ്രോൺസ് ഏജിൻ്റെ കാലത്താണെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ലോകത്തിൽ വ്യാപകമായിട്ട് ഒരു നിയോലിത്തിക് സൈറ്റ് നോക്കുകയാണെങ്കിൽ ചക്രത്തിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അതിൻ്റെ തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് തെളിവ് ലഭിച്ചിട്ടുള്ളത് ബ്രോൺസ് ഏജിൻ്റെ സൈറ്റുകളിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ചക്രം കണ്ടുപിടിച്ചത് ബ്രോൺസ് ഏജ് എന്ന കാലഘട്ടമാണെന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ നിയോലിത്തിക് സൈറ്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട സൈറ്റുകളാണ് ബർസാം, BURZAHAM. ബർസാം എന്ന് പറയുമ്പോൾ കാശ്മീരിലാണ് ഈ സൈറ്റ് വരുന്നത്. അടുത്തത് ചിരന്ത് എന്ന് പറയുന്നത് ബീഹാറിലെ സൈറ്റാണ്. മെഹർഘട്ട് എന്ന് പറയുന്നത് ബലൂചിസ്ഥാനിലാണ്. പഴയ ഇന്ത്യ, ഇന്നത്തെ പാകിസ്ഥാൻ. മെഹർഘട്ട് ബലൂചിസ്ഥാനിലാണ്. കോൾഡിവ UPയിലാണ്. ഹല്ലൂർ കർണാടകയിലാണ്. പ്ലസ് നമ്മളുടെ വയനാട്ടിലെ ഇടയ്ക്കൽ കേവ്സ്. ഇത്രയാണ് നിയോലിത്തിക് ഏജിൻ്റെ കാലഘട്ടത്തിലെ സൈറ്റുകൾ. ബർസഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിലെയാണ് ബർസഹോം എന്ന് പറയുന്ന സൈറ്റ്. മണ്ണ് കുഴിച്ച് നിർമ്മിച്ച വീടുകളാണ് ഈ സൈറ്റിൻ്റെ പ്രത്യേകത. പിറ്റ് ഹൗസസ്, മണ്ണ് കുഴിച്ച് നിർമ്മിച്ച വീടുകൾ അവർ ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ളത് ബർസഹോം എന്ന കാശ്മീരിലെ നിയോലിത്തിക് സൈറ്റിൽ നിന്നുമാണ്. മെഹർഘട്ട്, ബലൂചിസ്ഥാനിലെ മെഹർഘട്ട് എന്ന് പറയുന്നത് പരുത്തി കൃഷി തുടങ്ങിയെന്നുള്ളതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ളത് മെഹർഘട്ടിൽ നിന്നുമാണ്. ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ് ബലൂചിസ്ഥാനിലെ മെഹർഘട്ട് എന്ന് പറയുന്നത്. അടുത്തത് താമ്രശിലായുഗമാണ്. താമ്രശിലായുഗം എന്ന് പറഞ്ഞാൽ ചെമ്പ്. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെമ്പാണ്. അതുകൊണ്ടാണ് കോപ്പറാണ്. താമ്രശിലായുഗം എന്ന് പറഞ്ഞാൽ ചാൽക്കോലിത്തിക് ഏജ്. അതായത് ചാൽക്കോലിത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമ്രവും ചെമ്പും കല്ലും ഒന്നിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. അതാണ് ചാൽക്കോയും ലിത്തിക്കും രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു പീരീഡാണ് പറയുന്നത്. ഒരു കോപ്പർ പീരീഡാണ്. കോപ്പർ പ്ലസ് സ്റ്റോൺ പീരീഡാണ് വരുന്നത്. ചെമ്പും കല്ലും ഒരുമിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ചാൽക്കോലിത്തിക് സൈറ്റ് ഇന്ത്യയിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈമാബാദ്, മഹാരാഷ്ട്രയിലെ ദൈമാബാദ് ആണ് ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ്. ഇറാൻ, മധ്യപ്രദേശിലെ ഇറാൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സൈറ്റാണ്. താമ്രശിലായുഗത്തിൻ്റെ 2 സൈറ്റുകളാണ് ഉള്ളത്. ദൈമാബാദും ഇറാനും, മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും. പോട്ടറി കൾച്ചറിന് പ്രസിദ്ധമായ കാലമാണ് താമ്രശിലായുഗം, ചാൽക്കോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. അത് പോട്ടറി കൾച്ചർ മൺപാത്ര നിർമ്മാണ സംസ്കാരം. ഇതിൽ തന്നെ പല പേരുകളുണ്ട് മൺപാത്രത്തിൻ്റെ തന്നെ. അഹർ പോട്ടറി കൾച്ചർ കണ്ടത് രാജസ്ഥാനിലാണ്. മാൾവ മൺപാത്ര നിർമ്മാണ
കൾച്ചർ, അതായത് മാൾവ പോട്ടറി കൾച്ചർ സെൻട്രൽ ഇന്ത്യയിലാണ്, ഇന്ത്യയുടെ മധ്യഭാഗത്തൊക്കെയുള്ള സൈറ്റുകളിൽ നിന്നുമാണ് ലഭിച്ചിട്ടുള്ളത്. അഹർ പോട്ടറി കൾച്ചർ രാജസ്ഥാനിലും, മാൾവ പോട്ടറി കൾച്ചർ സെൻട്രൽ ഇന്ത്യയിൽ നിന്നും, ജോർവേ പോട്ടറി കൾച്ചർ ഇത് 3-4 തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ജോർവേ പോട്ടറി കൾച്ചർ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമാണ് കണ്ടിട്ടുള്ളത്. ജോർവേ പോട്ടറി കൾച്ചർ ആ ഒരു സംസ്കാരത്തിൻ്റെ തെളിവുകൾ കിട്ടിയ സൈറ്റുകൾ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമാണ് ഉള്ളത്. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുള്ള 2 സൈറ്റ് നമുക്കറിയാം, ദൈമാബാദും ഇറാനുമാണ്. ഇവിടെ നിന്നാണ് ജോർവേ പോട്ടറി കൾച്ചറിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ളത്.